ഈ കള്ളച്ചരിത്രം എവിടെയാണ് പഠിച്ചത്? നമ്മൾ ഇത്രയും കാലം കള്ളച്ചരിത്രമാണ് പഠിച്ചത്. പിന്നെ എന്താ സംശയം? ഗാന്ധിയെ കൊന്നത് RSS എന്നല്ലേ നമ്മളിപ്പോ ഇവര് പറഞ്ഞു നടക്കുന്നത്? ഗാന്ധിയെ കൊന്നത് RSS. എന്റെ ചോദ്യം, ഗാന്ധിയെ കൊന്നത് RSS അല്ല, അതാണ് പ്രശ്നം. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണ്. ഗാന്ധിയെ കൊന്നത് കപൂർ കമ്മീഷൻ. ഗോഡ്സെയുടെ ആശയം എന്തായിരുന്നു? ശരി, ശ്രീ കെ സുരേന്ദ്രൻ, PM ശ്രീയിൽ ഒപ്പുവച്ച ശേഷം പിന്മാറിയ ഒരു ചരിത്രമുണ്ട്. പഞ്ചാബ് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ പഞ്ചാബിന് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അങ്ങ് തടഞ്ഞു വെച്ചു. 2023-24 വർഷത്തെ SSK ഫണ്ടും 350 കോടി തടഞ്ഞു. 2024 കിട്ടേണ്ട 165 കോടിയും തടഞ്ഞു. അങ്ങനെ ഫണ്ട് കിട്ടാതായതോടുകൂടി വീണ്ടും അവർ PM ശ്രീ ഒപ്പിടാൻ തയ്യാറാകുന്നു. അപ്പൊ ഇതൊരു സമ്മർദ്ദ തന്ത്രമല്ലേ? ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. കൺകറന്റ് ലിസ്റ്റിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അവസാനം കേന്ദ്രത്തിന്റെ നയം എന്താണോ അതാണ് നടപ്പാക്കുന്നത്. ഇതിപ്പോ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്താ ആരും കോടതി പോകാത്തത്? അത് കേരളം മാത്രം അംഗീകരിക്കാതിരുന്ന നഷ്ടം കേരളത്തിനേ ഉള്ളൂ. കേന്ദ്രത്തിന് എന്താണ് നഷ്ടം? കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾ വിദ്യാഭ്യാസ സമൂഹത്തിനും നഷ്ടമാണ്. നിന്റെ എല്ലാത്തിലും കയറി തലയിരുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. കരിക്കുലത്തിലേക്ക് പാഠ്യപദ്ധതിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ CPയുടെ എതിർപ്പിനും കാരണം. അങ്ങ് തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു സവർക്കറെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് പൂർത്തിയാക്കട്ടെ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഒരു സിലബസ്, ഒരു പാഠപുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് NCERT അറിയിക്കേണ്ടി വരും എന്ന് മറിച്ചൊരു വാദമുണ്ട്. അതിൽ ആത്യന്തികമായി കേന്ദ്രത്തെ അറിയിക്കേണ്ടി വരില്ലേ ഇതാണ് സിലബസ് എന്ന്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അല്ല, കരിക്കുലം തയ്യാറാക്കുന്നത് SCERT ആണ്. പക്ഷേ NEPയുടെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ NEP കേന്ദ്രം ഒന്നും ഇടപെടുന്നില്ല. ഇവിടെ കള്ളപ്രചരണം ചരിത്രമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. ഈ കള്ളച്ചരിത്രം എവിടെയാണ് പഠിച്ചത്? നമ്മൾ ഇത്രയും കാലം കള്ളച്ചരിത്രമാണ് പഠിച്ചത്. പിന്നെ എന്താ സംശയം? ഗാന്ധിയെ കൊന്നത് RSS എന്നല്ലേ നമ്മളിപ്പോ ഇവര് പറഞ്ഞു നടക്കുന്നത്? ഗാന്ധിയെ കൊന്നത് RSS. ഗാന്ധി എങ്ങനെയാ മരിച്ചത്? എന്റെ ചോദ്യം, ഗാന്ധിയെ കൊന്നത് RSS അല്ല, അതാണ് പ്രശ്നം. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണ്. ഗാന്ധിയെ കൊന്നത് കപൂർ കമ്മീഷൻ. ഗോഡ്സെയുടെ ആശയം എന്തായിരുന്നു? ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നമ്മുടെ ചാറ്റർജി ഉണ്ടായിരുന്നില്ലേ, സോമനാഥ് ചാറ്റർജി, അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. പേരൊന്നും അറിയില്ല താങ്കൾക്ക്. അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. എന്നാ പിന്നെ CPM ആണ് കൊന്നെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഹിന്ദു മഹാസഭയാണ് പ്രവർത്തിച്ചത്. നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളല്ലേ, സംവിധാനമല്ലേ? ചോദിക്കട്ടെ, മാവോയിസ്റ്റുകളുടെ ആശയം എന്താണ്? ഞാനിപ്പോ പിണറായി വിജയൻ മാവോയിസ്റ്റ് ആണ്, ഇവിടെ കൊല്ലം നടക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കള്ളപ്രചരണം നടത്തി അത് ടെക്സ്റ്റ് ബുക്കിലാക്കി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് അത് സാധിക്കില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു RSS ചരിത്രവും ഒരു പിന്നെ കാവ്യവൽക്കരണവും ഇല്ല. RSS നിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ടല്ലോ. അവരൊരു കൊല്ലം കഴിഞ്ഞപ്പോ പിൻവലിച്ചു അതേ കാരണം പറഞ്ഞിട്ട്, കൊന്നതിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം തെളിവില്ലാത്തതുകൊണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, കോർട്ട് നടപടികളുണ്ട്, അവിടെ നടന്ന വാദങ്ങളുണ്ട്. ഒരു തെളിവും ഇല്ലാത്ത ഒരു കള്ളപ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി, അല്ലെ കോൺഗ്രസുകാർ നടത്തി. അത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനൊരു തീരുമാനമായി. NEP 2020 തുടർച്ചയായി കേരളത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പൊ പഠിപ്പിക്കുന്നത് പല കാര്യങ്ങളും. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്ക് ഇതൊന്നും അറിയാത്തത്, ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് കുട്ടികളിൽ ഇപ്പൊ നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരാണ് ഇത്. അങ്ങനെയല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. NEP നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഒപ്പിടുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അല്ല, അത് ചോദിക്കേണ്ടത് ഒപ്പിടാൻ പോയവരോടാണെന്ന്. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞങ്ങൾ അല്ലല്ല, ഒപ്പിടാൻ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ പിണറായി വിജയനും ശിവൻകുട്ടിക്കും വായിച്ച മനസ്സിലാവാത്തവരൊന്നും അല്ലല്ലോ. അവരുടെ ആളുകൾ 2024 റാണി ജോർജ് ഞങ്ങൾ എപ്പോഴേ തയ്യാറാണ്, വേണമെങ്കിൽ 1 കൊല്ലം മുമ്പ് വരെ തയ്യാറാണെന്ന് പറഞ്ഞവരാണ് ഇവര്. അവരോട് ചോദിക്കും ആ ചോദ്യങ്ങൾ. എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്?